മുംബൈ ഏറെ പ്രിയപ്പെട്ട നഗരമെന്നും തന്റെ ജീവൻ തുടിക്കുന്നത് മുംബൈയിലാണെന്നും ചലച്ചിത്ര നടി ആശ ശരത് 3 പതിറ്റാണ്ടായി മഹാനഗരവുമായി ബന്ധമുണ്ടെന്നും ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച നഗരമാണെന്നും ആശ ഓർത്തെടുക്കുന്നു. മുംബൈയിൽ നായർ സൊസൈറ്റിയുടെ രജത ജൂബിലി ആഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു നടിയും നർത്തകിയുമായ ആശ ശരത്. മുംബൈയിൽ മുള്ളുണ്ട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നായർ വെൽഫെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് മുംബൈ നഗരവുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചലച്ചിത്ര നടി ആശ ശരത് വാചാലയായത്. ബോംബെയുമായിട്ടുള്ള എൻ്റെ ബന്ധം കഴിഞ്ഞ 30 വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ദൃഢബന്ധമാണ്. എൻ്റെ ഭർത്താവ് ശരത് മഹാരാഷ്ട്രയിൽ നാസിക് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരുപാട് വേദികളിൽ നൃത്തം ചെയ്യാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ബോംബെ വരുവാനോ പെർഫോം ചെയ്യുവാനോ ഉള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നില്ല. നഗരവുമായുള്ള ബന്ധം ഓർത്തെടുക്കുകയായിരുന്നു ആശ ശരത്. അങ്ങനെ 30 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ബോംബെയിൽ വന്നിറങ്ങി. ബോംബെ എയർപോർട്ടിൽ നിന്ന് ഒരു ടാക്സിയിൽ നാസിക്കിലേക്ക് പോയി. തിരിച്ച് ബോംബെ എയർപോർട്ടിൽ വരുന്നു, ദുബായിക്ക് പോകുന്നു, അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് പോകുന്നു. ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള എൻ്റെ ജീവിതം. താനും ഒരു പ്രവാസിയാണെന്നും ദുബായ് പോലെ തനിക്കിപ്പോൾ ഏറെ പ്രിയപ്പെട്ടതാണ് മുംബൈ നഗരമെന്നും ആശ ശരത് മനസ്സു തുറന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. എൻ്റെ ജീവൻ തുടിക്കുന്നത് ബോംബെയിലാണ്. ജീവനെ ഞാൻ 4ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. എൻ്റെ 2 മക്കൾ, എൻ്റെ ഭർത്താവ്, എൻ്റെ അമ്മ, അങ്ങനെ. അതിൽ ആദ്യത്തെ ജീവൻ ഉത്തര ജീവിക്കുന്നത് ബോംബെയിലാണ്. ദുബായ് പോലെ, കേരളം പോലെ എനിക്ക് പ്രിയപ്പെട്ട നഗരമാണ് ബോംബെ. ബോംബെയിൽ വരുവാനുള്ള ഒരു അവസരം പോലും ഞാനിപ്പോൾ പാഴാക്കാറില്ല. ബോംബെയിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ ആദ്യം പെട്ടി പാക്ക് ചെയ്ത് ഞാൻ ഓടിയിറങ്ങും. ഒരു സംഘടന എത്ര വർഷം പൂർത്തിയാക്കി എന്നതിലല്ല, മറിച്ച് കടന്നുപോയ വർഷങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നതിലാണ് പ്രസക്തിയെന്ന് ആശ ശരത് ചൂണ്ടിക്കാട്ടി. ഒരു അസോസിയേഷനിൽ ഈ പറയുന്ന ആഘോഷങ്ങൾ കൊണ്ടാടുക മാത്രമല്ല, ഒരുപാട് സൽപ്രവൃത്തികൾ ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ വളരെ വലിയ കാര്യമാണ്. പോയ വാരം സമൂഹ വിവാഹം സംഘടിപ്പിച്ച സംഘടന 12 നിർധനരായ ആദിവാസി പെൺകുട്ടികളുടെ വിവാഹം നടത്തിക്കൊടുത്താണ് മാതൃകയായത്. സൂര്യ കൃഷ്ണമൂർത്തി സംവിധാനം ചെയ്ത് അവതരിപ്പിച്ച അഗ്നി 3 എന്ന സംഗീത നൃത്താവിഷ്കാരവും അരങ്ങേറി. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.